गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः. ശിവഗിരി മഠത്തിൻ്റെ പൂജനീയ ഖജാൻജി ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ, അദ്വൈതാനന്ദ തീർത്ഥ സ്വാമികൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാതാജിമാർ, ജയന്തൻ ശാന്തികൾ, മറ്റ് വന്നു ചേർന്നിരിക്കുന്ന ഗുരുദേവ ഭക്തരായ സഹോദരി സഹോദരന്മാരെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു സംരംഭത്തിന് സമാരംഭം കുറിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വാൽമീകി കുന്നിലാണ്. ഇതിൻ്റെ ചരിത്രവും ഈ കുന്നിൻ്റെ പ്രാധാന്യവും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഏവർക്കും തന്നെ ബോധ്യമുള്ളതാണ് എന്ന് ഞാൻ കരുതുന്നു. ശ്രീനാരായണ ഗുരുദേവനായിക്കൊണ്ട് വേലു എന്നു പേരായിട്ടുള്ള മുടിവെട്ട് കുലത്തൊഴിലായി സ്വീകരിച്ച സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ഗുരുവിന് സമർപ്പിച്ച മണ്ണാണിത്. ശ്രീനാരായണ ഗുരുദേവൻ 1912 ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ച ആ ഒരു കാലയളവിൽ നേരത്തെ ഒരു കൊലപാതക കുറ്റം നടത്തി ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന വേലു ശ്രീനാരായണ ഗുരുദേവനെ കാണുവാൻ വരികയും അങ്ങനെ ഗുരുവിൻ്റെ ഒരു സാമീപ്യം അനുഭവിക്കാനിടയായതോടുകൂടി വേലുവിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്തു. വേലു പരമ സാത്വികനായ ഒരു മനുഷ്യനായി പരിണമിച്ചു. ആ പരിണാമത്തെ മുൻനിർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ പണ്ട് രത്നാകരൻ എന്ന പിടിച്ചുപറിക്കാരൻ സപ്തർഷികളുടെ ഉപദേശം സ്വീകരിച്ച് തപസ്സനുഷ്ഠിച്ച് വാൽമീകി മഹർഷിയായ ആ ഒരു പൗരാണികമായ സന്ദർഭത്തെ അല്പം നർമ്മം കലർന്ന ഭാഷയിൽ ശ്രീനാരായണ ഗുരുദേവൻ സ്വീകരിക്കുകയും അങ്ങനെ വേലുവിന് ഗുരു വാൽമീകി എന്ന പേര് കൊടുക്കുകയും ചെയ്തു. ഈ വാൽമീകി എന്ന വേലു തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ വക കാട് പിടിച്ച് കിടന്നിരുന്ന ഈ ഭൂമി തൻ്റെ പേരിൽ എഴുതി വാങ്ങുകയും അത് ഗുരുവിനായിക്കൊണ്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ നമുക്കറിയാവുന്നതുപോലെ ഗുരു തപസ്സനുഷ്ഠിച്ചത് കന്യാകുമാരിക്ക് സമീപമുള്ള മരുത്വാമലയിലാണ്. ഗുരുദേവൻ പിന്നീട് അവിടുത്തെ കർമ്മകാണ്ഡത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് അരുവിപ്പുറത്തൊരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. അപ്പോൾ അതിനു മുൻപ് ഗുരു അരുവിപ്പുറത്ത് വന്നു ചേർന്നപ്പോൾ ഗുരു കഴിഞ്ഞിരുന്നത് നെയ്യാർ നദിയുടെ തീരത്തുള്ള കൊടിതൂക്കിമല എന്ന് പറയുന്ന കുന്നിൻ്റെ മുകളിലുമാണ്. അപ്പോൾ ഈ രണ്ട് കുന്നുകളും ശ്രീനാരായണ ഗുരുദേവൻ്റെ തപോഭൂമി എന്ന നിലയിൽ ഇന്ന് പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വേലു ഗുരുവിനെ ഈ പ്രദേശം സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ അദ്വൈതാശ്രമത്തിൽ നിന്ന് ഏകാന്തമായി ഇരിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത് വന്നു ചേരുമായിരുന്നു. ഇവിടെ ഈ കുന്നിൻ്റെ മുകളിൽ ഗുരു വരുമായിരുന്നു. അതുപോലെ ഇതിന് തൊട്ട് താഴെ അവിടെ കാണാൻ കഴിയുന്ന ആ പാറ, അത് ഗുരുദേവൻ വന്നിരുന്ന സ്ഥലമാണ്. അതോടൊപ്പം ഗുരു ഈ കുന്നിൻ്റെ മുകളിലും വന്നിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്, ഗുരുവിൻ്റെ ജീവചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ആലുവ പുഴ കാണാം എന്നാണ്. അപ്പോൾ ആലുവ പുഴ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ്. അത് ആ മറുഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ഈ ആലുവ നഗരത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു ദൃശ്യമാണ് നമുക്കവിടെ നിന്നാൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്രകൃതി രമണീയമായിട്ടുള്ള ഇടങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ പ്രവർത്തന കേന്ദ്രങ്ങളായിട്ട് ഗുരു നിശ്ചയിച്ചതെന്ന് നമുക്കറിയാം. അദ്വൈതാശ്രമമായാലും ചെമ്പഴന്തിയും അതുപോലെ ശിവഗിരിക്കുന്നും മരുത്വാമലയും അതുപോലെ കുന്നംപാറയും അരുവിപ്പുറവും ഒക്കെ തന്നെ ഏറ്റവും പ്രകൃതി രമണീയമായിട്ടുള്ള ഇടമാണ്. അപ്പോൾ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്.
മഹാത്മാക്കളുടെ അല്ലെങ്കിൽ മുനിമാരുടെ പാദം പതിയുന്ന മണ്ണ് പോലും അവിടെ എത്തിച്ചേരുന്നവരുടെ സർവ്വ പാപങ്ങളും ഹരിച്ചു കളയുന്ന നിലയിൽ ആ മണ്ണിന് വലിയ പുണ്യം സംഭവിക്കുന്നു എന്ന് ഗുരുദേവൻ തന്നെ മുനിചര്യാ പഞ്ചകം എന്ന കൃതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വ്രജനഹാരിണി സ്വപദപാദിനി മേദിനി എന്ന്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഗുരുവിൻ്റെ മറ്റ് തപോഭൂമികൾക്കുള്ള അതേ പ്രാധാന്യം തന്നെ ഈ വാൽമീകി കുന്നിനും ഉണ്ട്. അപ്പോൾ ഈ വാൽമീകി കുന്ന് ഇതുവരെ ഈ ശ്രീനാരായണ സേവിക സമാജത്തിൻ്റെ അധീനതയിലായിരുന്നു. സേവിക സമാജത്തിൻ്റെ ആ ഒരു ഒറ്റ കാലാവധി പൂർത്തീകരിച്ചതുകൊണ്ട് അതിപ്പോൾ ശിവഗിരി മഠം നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത് അത് ശ്രീനാരായണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇത് പരിണമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കമെന്നുള്ള നിലയിലാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരു വിശ്രമ മന്ദിരത്തിനാണ് ഈ തറക്കല്ലിട്ടിരിക്കുന്നത്. ഇനി ഇതിന് മുകളിൽ കാണുന്ന ആ പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും മനോഹരമായ നിലയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു മന്ദിരം നമുക്കവിടെ ഉണ്ടാകണം, ഒരു ധ്യാന മണ്ഡപം എന്നുള്ള നിലയിൽ. കാരണം ഇത് ഗുരുവിൻ്റെ ഒരു ധ്യാന ഭൂമിയാണ്. അപ്പോൾ അതുകൊണ്ട് സത്യാന്വേഷികളായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ തപോജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ സ്വസ്ഥമായി വന്നിരുന്ന് തങ്ങളുടേതായ നിലയിൽ തപസ്സനുഷ്ഠിക്കുന്നതിനും സത്യാന്വേഷണം നടത്തുന്നതിനും അതുപോലെ അവർക്ക് നാമജപം നടത്തുന്നതിനും ഒക്കെ പര്യാപ്തമായ നിലയിൽ ഒരു ധ്യാന മണ്ഡപം ഏറ്റവും പെട്ടെന്ന് തന്നെ ഇവിടെ നിർമ്മിക്കുവാനായിട്ടുള്ള ഒരു സങ്കല്പമുണ്ട്. അത് വലിയ താമസം കൂടാതെ തന്നെ അത് പ്രയോഗത്തിലേക്ക് എത്തും എന്നാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉള്ളത്. അതോടൊപ്പം തന്നെ പിന്നീട് ഇത്തരം ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സത്യാന്വേഷികൾക്കും അതുപോലെ ഉപാസനകൾ അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നതിന് പര്യാപ്തമായ നിലയിലുള്ള ചെറിയ ഹട്ടുകളും മറ്റുമൊക്കെ നിർമ്മിച്ച ഈ പ്രദേശത്തെ വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അതിന് പര്യാപ്തമായ നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ കൂടുതൽ ഫലവൃക്ഷങ്ങളും മറ്റുമൊക്കെ നട്ടുപിടിപ്പിച്ച് ഇത് ആ നിലയിൽ ഇവിടെ നിന്ന് നമുക്ക് കുറേ പാഴ്മരങ്ങളൊക്കെ വെട്ടി മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അതിലിപ്പോൾ പ്രകൃതി സ്നേഹികളായിട്ടുള്ള പലർക്കുമൊക്കെ അതിൽ പ്രതിഷേധം ഉണ്ടാകാം. പക്ഷേ അതിനനുസൃതമായി തന്നെ നമ്മളിപ്പോൾ ഇവിടെ മറ്റ് മരങ്ങൾ ഇപ്പോൾ നമുക്ക് ചുറ്റും കാണാം. തെങ്ങും വാഴയും കപ്പയും അതിനപ്പുറത്ത് ചന്ദന മരങ്ങളും അതുപോലെ കവുങ്ങിൻ്റെ തൈകളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ധാരാളം മരങ്ങൾ ഇനിയിപ്പോൾ അടുത്ത വർഷത്തോടു കൂടി ഇവിടെ നട്ടുപിടിപ്പിച്ച് അങ്ങനെ ആ നിലയ്ക്കും ഏറ്റവും പ്രകൃതിക്ക് അനുയോജ്യമായ നിലയിൽ നശിപ്പിക്കപ്പെട്ട മരങ്ങൾക്ക് പകരമായിട്ട് ഏറ്റവും നല്ല ഫലവൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂമിയാക്കി അതിനെ മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പ്ലാവ്. പ്ലാവിൻ്റെ തൈകൾ തന്നെ നമ്മളിപ്പോൾ ഒരു 150-150ഓളം പ്ലാവിൻ്റെ തൈകൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 700ഓളം തേക്കിൻ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ വളർന്നു വന്നു എന്നിരിക്കില്ല. ഇപ്പോൾ തെങ്ങൊക്കെ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം. എങ്കിൽ പോലും കൂടുതൽ ഫലവൃക്ഷങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചുകൊണ്ട് ആ നിലയിലും ഇതിനെ ഒന്ന് വികസിപ്പിച്ച് കൊണ്ടുവരണം. ഇത് അതിലൊക്കെ ഉപരി ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായിട്ട് പരിണമിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമെന്ന നിലയിലാണ് ഇന്നിപ്പോൾ ഈ ഒരു വിശ്രമ മന്ദിരത്തിന് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത്, അതിൻ്റെ നിർമ്മാണത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെ പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതുണ്ടാകുമെന്ന കാര്യത്തിൽ അദ്വൈതാശ്രമത്തിനും ശിവഗിരി മഠത്തിനും പൂർണ്ണമായ ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും അത് ഗുരുദേവാനുഗ്രഹത്താൽ സാധ്യതപ്രായമായി തീരുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഇന്നിപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു ആധ്യാത്മിക അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഇവിടെ വന്നു ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പേരിൽ ശിവഗിരി മഠത്തിൻ്റെ പേരിൽ വന്നു ചേർന്നതിനുള്ള നന്ദി കൂടി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ ഒരു പ്രദേശത്തെ മുൻനിർത്തിയും ഇതിൻ്റെ വികസനത്തെ മുൻനിർത്തിയും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനോട് ഉണ്ടാകണം എന്നുകൂടി എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.
പൂർണ്ണമിവാ